കാസർഗോഡ് പാലാവയൽ ടൗണിന് സമീപം പുഴയോരത്ത് കാട്ടാന ഇറങ്ങി. കർണാടക വനത്തിൽ നിന്ന് വന്ന ആനയെ നാട്ടുകാർ ശബ്ദമുണ്ടാക്കി തിരിച്ചോടിച്ചു. അതേസമയം കാട്ടാന എത്തുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണ്. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട്. അനൂപ്, ഈ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണോ? എന്താണ് നിലവിലെ ഒരു അവസ്ഥ ഇപ്പോൾ? അമ്പിളി, ദിവസങ്ങളായി കാട്ടാന കർണാടക വനത്തിൽ നിന്ന് വന്ന് അത് ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായി വിളകൾക്ക് നാശമുണ്ടാക്കുന്നത് തെങ്ങ്, വാഴ തുടങ്ങിയ വിളകളെല്ലാം 2-3 ദിവസങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രാത്രികാലങ്ങളിലായിരുന്നു. എന്നാൽ ഇന്നുണ്ടായ സംഭവം ഏതാണ്ട് രാവിലെ 7:30 മണിയോടുകൂടി ആനയെ പാലാവയൽ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പാലത്തിന് സമീപം പുഴയോരത്തായി കാണുകയായിരുന്നു. ഈ സമയം ആന പുഴ കടന്നെത്തി പാലത്തിലേക്ക് കടന്ന് ടൗണിലേക്ക് വരുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്ന കാര്യമാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാണ്ട് അരമണിക്കൂറോളം നേരം പാലത്തിന് താഴെയായി പുഴയോരത്ത് ആന നിന്നു എന്നാണ് നമുക്ക് അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വലിയ രീതിയിൽ ജനങ്ങൾ പരിഭ്രാന്തരായി, ഭയവിഹ്വലരായി. അവർ വലിയ രീതിയിൽ ബഹളം വെച്ചു. അരമണിക്കൂറിലധികം ആന അവിടെ തന്നെ നിന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടിയ സമയത്ത് ആന പുഴ കടന്ന് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് നമുക്ക് ദൃശ്യങ്ങളിലും വ്യക്തമാണ്. ആന പുഴയിലൂടെ കടന്നു പോകുന്നത്. ഇത് വലിയൊരു ഭീതിയാണ് ഈ പ്രദേശത്ത് ഉയർത്തിയിരിക്കുന്നത്. അതായത് പുളിങ്ങോം പാലാവയൽ ഈ ഒരു പാലത്തിലേക്കാണ് ആന കടക്കാൻ ശ്രമിച്ചത്. അതിനരികിൽ തന്നെയാണ് റോഡും ടൗണും എല്ലാം തന്നെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് ആന എത്തി. സാധാരണ പറമ്പുകളിലെത്തി കൃഷിനാശം വരുത്തുന്നത് രാത്രികാലങ്ങളിലാണെങ്കിൽ അതിന് വിപരീതമായി ജനവാസ മേഖല, അതായത് ടൗണോട് ചേർന്ന് കിടക്കുന്ന പുഴയിലെ പാലത്തിലേക്ക് ആന എത്തി എന്നത് വലിയ രീതിയിൽ ഭീതി ഉയർത്തുകയാണ്. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഈ ഒരു സംഭവം അറിഞ്ഞ് അല്പസമയം മുമ്പ് അവിടെ സ്ഥലം സന്ദർശിക്കാനായി പോയിട്ടുണ്ട്. നാട്ടുകാരിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ടറിയുന്നതിനായി കഴിഞ്ഞ 3 ദിവസമായി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആന വാഴയും അതുപോലെ തന്നെ കവുങ്ങും തെങ്ങുമെല്ലാം ചവിട്ടി നശിപ്പിച്ച കാര്യമടക്കം പ്രദേശവാസികൾ ശ്രദ്ധയിൽപ്പെടുത്തിയുണ്ടായി. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വെള്ളം ഉയർന്ന് മഴ ശക്തമായ സമയത്ത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നിടത്തെ ഫെൻസിംഗ്, ആന വരാതിരിക്കുവാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഫെൻസിംഗ് താറുമാറായിട്ടുണ്ടെന്ന കാര്യവും നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ കർണാടക വനത്തിൽ നിന്നും ഇവിടെ ആന എത്താൻ തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമ്പിളി.